പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരേ, അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അവിടെ പറയുക. മറിയാം ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവർ കൂടി വരുന്നതിന് മുൻപ് മറിയാം പരിശുദ്ധാത്മാവിൽ ഗർഭവതിയായി എന്ന് ജോസഫ് പറഞ്ഞിട്ട് മറിയാമിന് ലോകോപവാദം വരുത്തുവാൻ മനസ്സില്ലാതിരുന്നത് കൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് 2 കർമ്മങ്ങളാണ്. ഒന്ന്, വിവാഹത്തിൻ്റെ നിശ്ചയമുണ്ട്. 2, ഒന്നിച്ച് താമസിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അനുവാദം കൊടുത്തുകൊണ്ടുള്ളതായ ശുശ്രൂഷയുമുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിവാഹ കൂദാശ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് 2 കാര്യങ്ങളാണ് വിവാഹ കൂദാശയുമായി ബന്ധപ്പെട്ടുള്ളത്. 1, വിവാഹത്തിൻ്റെ ഉറപ്പിക്കലാണ്. 2, വിവാഹ കൂദാശയാണ്. മോതിരവാഴ്വെന്ന് പറയുന്നതാണ് എൻഗേജ്മെൻ്റ് അഥവാ വിവാഹത്തിൻ്റെ ഉറപ്പിക്കൽ. അതിനു മുമ്പ് നമുക്ക് വീട്ടുകാർ തമ്മിലുള്ള ഒരു ധാരണയിൽ വിവാഹം നമ്മൾ ഉറപ്പിക്കാറുണ്ട്. എന്നാൽ മോതിരവാഴ്വാണ് യഥാർത്ഥമായ വിവാഹത്തിൻ്റെ ഉറപ്പിക്കൽ. പിന്നെ കിരീടവാഴ്വ്, അതാണ് അതിന് ശേഷമേ ഒന്നിച്ച് താമസിക്കുവാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്രൈസ്തവ സമൂഹത്തിലും ആദ്യകാലങ്ങളിലൊക്കെ ഇത് 2 പ്രാവശ്യമായിട്ട് നടത്തിയിരുന്നു. കാരണം അന്ന് കൂടുതലും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിവാഹങ്ങളൊക്കെ വീട്ടുകാർ തമ്മിൽ ധാരണയിലായി. വിവാഹം കുഞ്ഞുങ്ങൾ അവരല്ല കാണുന്നത്, വീട്ടുകാർ തമ്മിലുള്ള ധാരണയിൽ അത് പറഞ്ഞ് ഉറപ്പിക്കുമായിരുന്നു. പിന്നീട് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ നടത്തി അവർ ഒന്നിച്ച് താമസിക്കുന്ന രീതി. എന്നാൽ ഇപ്പോൾ മലങ്കര സഭയിൽ നമ്മൾ 2 ശുശ്രൂഷയും കൂടെ ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുക. കാരണം ഇപ്പോൾ പ്രായപൂർത്തി ആയതിനു ശേഷമാണ് എല്ലാവരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് അത് ഒന്നിച്ച് നമ്മൾ അത് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ അത് പറയാറുണ്ട്, മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയും കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയും ശുശ്രൂഷാ ക്രമങ്ങളിൽ 2ആയിട്ടാണത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ജോസഫിന് വിവാഹം നിശ്ചയിച്ചു. പക്ഷേ അവർ ഒന്നിച്ച് താമസിക്കാൻ ആരംഭിച്ചിരുന്നില്ല. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ജോസഫ് ഒരു വിവരം അറിയുന്നു. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക താൻ അറിയാതെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഏതൊരു പുരുഷനും ഏറെ നിരാശയും ദുഃഖവും കോപവും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു വലിയ ഘട്ടമാണത്. ആ കാലഘട്ടം നമ്മൾ അറിയണം. ഏത് കാരണം ചൊല്ലിയും ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ട് എന്നുള്ള മോശയുടെ ന്യായപ്രമാണ നിയമം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ മിഷ്ന, തൽമൂദ് എന്ന് പറഞ്ഞ 2 ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പറയുന്നത് മനുഷ്യൻ ഏത് കാരണം ചൊല്ലിയും പുരുഷന് ഭാര്യയെ ഉപേക്ഷിക്കാം. ഭാര്യയുടെ മുടി ഒഴിഞ്ഞാൽ അവളെ നമുക്ക് പറഞ്ഞു വിടാം, റൊട്ടി കരിഞ്ഞാൽ പറഞ്ഞു വിടാം, കാരണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ പിരിച്ചുവിട്ട് മറ്റു ഭാര്യമാരെ സ്വീകരിക്കാം. ഈ നിയമം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജോസഫ് ഒരു തീരുമാനമെടുത്തു. എന്താണ്? മറിയാമിന് ലോകോപവാദം വരാതിരിക്കാൻ വേണ്ടി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫിനെ കുറിച്ചുള്ള പറയുന്നത് അവൻ നീതിമാനായതുകൊണ്ടാണെന്നാണ്. പ്രിയമുള്ളവരെ, എന്താണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയും നീതി പ്രവർത്തിക്കുന്നവനാണ് നീതിമാൻ. എന്താണ് നീതിമാനെന്ന് ചോദിച്ചാൽ, പാപം ചെയ്യാൻ അവസരമുണ്ടായാലും അത് ചെയ്യാത്തവൻ, പ്രതികാരം ചെയ്യുവാൻ അവസരം ലഭിച്ചാലും അത് ചെയ്യാത്തവരെ മാത്രമേ നീതിമാന്മാരെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിൽ പലരും പാപം ചെയ്യാതിരിക്കുന്നത് അവസരം ലഭിക്കാത്തത് കൊണ്ടാവാം. അവസരം ലഭിച്ചാൽ പാപം ചെയ്യാത്തവരായി നമ്മളിൽ എത്ര പേരുണ്ടാവും? നമ്മെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുക. പ്രതികാരം ചെയ്യാത്തത് ഒന്നിൽ കഴിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. അങ്ങനെ നമ്മൾ പ്രതികാരം ചെയ്യാതിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അവരോടുള്ള പ്രതികാര ബുദ്ധി നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ്.
പക്ഷെ ഇത് രണ്ടും അവസരങ്ങൾ ലഭിച്ചാലും ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ നീതിമാന്മാരെന്ന് നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ്റെ പാപം മുഖാന്തരം സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ പ്രായവ്യത്യാസം എന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പോലും ദുഃഖിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഭൂതലത്തെ നശിപ്പിക്കുവാൻ ദൈവം ഒരുങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ വായിക്കുന്നു, നോഹ എന്ന് പറയുന്നൊരു മനുഷ്യനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ലഭിക്കാനുള്ള കാരണം പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നോഹ ആ തലമുറയിലെ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. അവൻ ദൈവത്തോടു കൂടി നടന്നു എന്നാണ് വായിക്കുക. ദൈവത്തോടുകൂടി നടന്നു എന്നിവിടെ പറഞ്ഞാൽ ദൈവം ശാരീരികമായി ഇറങ്ങി വന്നിട്ട് ദൈവത്തിൻ്റെ കൂടെ നോഹ നടന്നു എന്നുള്ളതല്ല. ദൈവികമായ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടൊന്നും നോഹ ചെയ്തില്ല. അവനെപ്പോഴും പ്രാർത്ഥിക്കുന്നവനും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവനും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പാപം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ നോഹയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ നീതിമാനായിരുന്നു. 2, അവന് നിഷ്കളങ്കനായിരുന്നു. എന്തായിരിക്കണം നോഹയുടെ നിഷ്കളങ്കത? മഴ പെയ്യാത്തൊരു സമയത്ത് ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഭൂതലത്തെ നനച്ചുവെന്നാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. അന്ന് മഴയും വെള്ളപ്പൊക്കവും ഒന്നും ആ കാലത്തില്ല. മഴ പെയ്യാത്തൊരു കാലത്ത് മഴ പെയ്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ സാധിക്കണമെങ്കിൽ നിഷ്കളങ്കനായൊരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നോഹയുടെ പ്രത്യേകത. അവൻ നീതിമാനായിരുന്നു, 2 അവൻ നിഷ്കളങ്കനായിരുന്നു. അതുകൊണ്ടാണ് അവന് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിച്ചത്. അവനെയാണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യവർഗത്തെയും ജീവജാലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം എടുത്തുപയോഗിച്ച ഒരു പാത്രമാണല്ലോ നോഹ എന്ന് പറയുക. അപ്പോൾ അവിടെയും നമ്മൾ കാണിക്കുന്ന നോഹയെക്കുറിച്ച് പറയുന്നത് അവൻ ആ തലമുറയിൽ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഈ ജോസഫ് ചെയ്തതായ ആ നീതി എന്താണ്? മറിയാമിന് ലോകോപവാദം വരാൻ പാടില്ല. നമ്മൾ വാസ്തവത്തിൽ ചിന്തിക്കുക, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നിമിത്തം എത്രയോ പേർക്ക് അപവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെക്കുറിച്ചെങ്കിലുമുള്ള ഒരു അപവാദ വാർത്ത നമ്മുടെ ചെവിയിൽ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് മനസ്സിൽ വെച്ചേക്കുമോ? എത്രയും പെട്ടെന്ന് ആർക്കൊക്കെ അത് ഷെയർ ചെയ്യാമോ അവരെല്ലാം വിളിച്ച് നമ്മളത് പറയാറുണ്ട്. നമ്മളതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്, മറ്റുള്ളവൻ്റെ ആ കുറവുകളിൽ. അതൊരിക്കലും ദൈവികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജോസഫിൻ്റെ പ്രത്യേകത അതാണ്. അവനിന്ന് ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണ നിയമപ്രകാരം ഭാര്യ ഉപേക്ഷിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അത് ചെയ്യാതെ ലോകോപവാദം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ യൗസേപ്പ് ഇവിടെ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീതിമാൻ എന്ന് വേദപുസ്തകം പറയാനുള്ള കാരണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിൽ മറ്റൊരു മനുഷ്യനെ കാണാം. പഴയ നിയമത്തിലെ ജോസഫ് പിതാവ്. അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിന് മകൻ ജോസഫ്. സഹോദരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു തെറ്റും ആ മനുഷ്യൻ ചെയ്തില്ല. ആകെ പറ്റിയൊരു അബദ്ധം കണ്ട 2 സ്വപ്നങ്ങൾ ചെന്ന് അപ്പനോട് പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ അസൂയ പൂണ്ട സഹോദരന്മാർ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു. ഇതൊക്കെ നമുക്കറിയാം. അവിടെ ശേഷം ഈ ജോസഫിന് പാപം ചെയ്യാനുള്ളതായ ഒരു സാഹചര്യം ലഭിച്ചു. നമുക്കറിയാം, പൊത്തീഫേറിൻ്റെ ഭവനത്തിൽ വെച്ചാണ്. പൊത്തീഫേറിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായ പ്രലോഭനത്തെ അതിജീവിച്ച ജോസഫ് ഓടി. ആ പാപത്തെ അതിജീവിച്ചവൻ, പാപം ചെയ്യാതിരുന്നവന് എന്താണ് സംഭവിച്ചത്? അവൻ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടേണ്ടി വന്നു. നമ്മളൊരു കാര്യം അവിടെ വായിക്കുന്നുണ്ട്. ജോസഫ് കാരാഗൃഹത്തിൽ കിടന്നു,
ദൈവം ജോസഫിനോടുകൂടി ഇരുന്നു എന്നുള്ളതാണ് തൊട്ടടുത്ത വാക്യം. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൻ്റെ ദണ്ഡനം, കാരാഗ്രഹത്തിൻ്റെ അന്ധകാരം, കാരാഗ്രഹത്തിൻ്റെ പട്ടിണി, ഇതെല്ലാം ജോസഫ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് വേദനകളൊക്കെ അനുഭവിച്ച് ജോസഫ് കിടക്കുമ്പോഴും ദൈവം അടുത്തു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതല്ലേ സ്വർഗം? എന്താ സ്വർഗം? ദൈവം കൂടെയുള്ള അനുഭവമാണ് സ്വർഗമെന്ന് പറയുന്നത്. ഭൗതികമായി ഒരുപാട് വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും ജോസഫ് പോയതേയുള്ള പീഡനാവസ്ഥകളിലൂടെയൊക്കെ ഒരു പക്ഷേ നമുക്ക് പോകേണ്ടി വന്നേക്കാം. അങ്ങനെ നമ്മൾ പോകുമ്പോഴും നമ്മൾ പാപം ചെയ്യാതെ, പ്രതികാരം ചെയ്യാതെ, ചിന്തിക്കാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ ദൈവം കൂടെ ഇരിക്കുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ക്രൂശിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോയപ്പോഴും അവരൊരിക്കലും അപ്രകാരം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അവരെയാണല്ലോ നമ്മൾ പരിശുദ്ധന്മാരെന്ന് നമ്മൾ പറയുന്നത്. അപ്പം എന്നാൽ ഇങ്ങനെ ഈ ജോസഫിനെ അവിടെ ഓടി, അതിനുശേഷം ജോസഫ് കാരാഗ്രഹത്തിലാക്കി. പക്ഷെ നമുക്ക് ജോസഫ് കാരാഗ്രഹത്തിലേക്ക് പോയപ്പോൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും ജോസഫിൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചുവെന്ന്. വാസ്തവത്തിൽ ജോസഫിൻ്റെ ജീവിതം ആരംഭിച്ചത് കാരാഗ്രഹത്തിൽ നിന്നാണ്. അവിടെ വെച്ചാണ് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് ജോസഫിൻ്റെ ജീവിതം മുഴുവൻ വലിയ അനുഗ്രഹത്തിൻ്റേതായിരുന്നു നമുക്കറിയാം. ഫറവോൻ്റെ സന്നിധിയിൽ ജോസഫ് വിളിക്കപ്പെടുന്നു. ഫറവോനാൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ജോസഫ് ഉയർത്തപ്പെടുന്നു. അന്ന് രാജാവ് പറഞ്ഞത്, സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. അധികാരത്തിൻ്റെ മുദ്രം ജോസഫിൻ്റെ വിളിയിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ജോസഫ് പറയുന്നതാണ് നിയമം, ജോസഫ് ഇടുന്നതാണ് മുദ്ര. എന്തോ ഒരു വലിയ സ്ഥാനമാണ്. രാജാവിന് തുല്യനെ പോലെ ജോസഫ് ആ രാജ്യത്തെ ഉയർത്തപ്പെടാൻ കാരണം അതാണ്. പാപം ചെയ്യാൻ അവസരമുള്ളപ്പോഴും അത് ചെയ്യാതിരുന്നു. പക്ഷെ ദാവീദിന് എന്താ സംഭവിച്ചത്? അവൻ രാജാവാണ്, എല്ലാ അധികാരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അവസരം കിട്ടിയപ്പോൾ പാപം ചെയ്തു. പിന്നെ അദ്ദേഹം ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ജോസഫിനെ നമ്മൾ മാതൃകയാക്കുക. ഇനി അതിനുശേഷം പിന്നീട് നമുക്കറിയാം ജോസഫ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് അവിടെ വസിക്കുന്നതായ കാലഘട്ടങ്ങളിലാണ് തൻ്റെ സഹോദരന്മാരെ, അവരുടെ നാട്ടിൽ ക്ഷാമമുണ്ടായിട്ട് ഈ ജോസഫിൻ്റെ അടുത്ത് മിസ്രൈമിലേക്ക് വരുന്നതും ജോസഫ് അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതായ കാര്യം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് സഹോദരന്മാരെ ജോസഫ് അറിഞ്ഞു. ഞാൻ 45-ൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു, പക്ഷേ സഹോദരന്മാർക്ക് ജോസഫിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. വർഷങ്ങൾക്ക് മുൻപ് അവരെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചു. മൂത്ത സഹോദരൻ രൂപൻ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് കൊല്ലണ്ടെന്ന് പറഞ്ഞ് പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് ഇസ്മായേലിയർക്ക്, മിസ്രൈമ്യർക്ക് 20 വെള്ളിക്കാശിന് അവനെ വിറ്റുകളഞ്ഞു. ആ വേദനകളൊക്കെ ജോസഫിൻ്റെ ജീവിതത്തിൽ വലിയ മുറിവുകൾ അക്കാലത്തുണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ സഹോദരന്മാരെ കണ്ടപ്പോൾ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ജോസഫ് സഹോദരന്മാരെ മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാ മിസ്രൈമ്യരെയും അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടച്ചു, രാജകൊട്ടാരത്തിൻ്റെ. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ജോസഫ് ഉറക്കെ കരഞ്ഞുവെന്നാണ്. പ്രിയമുള്ളവർ, അവൻ്റെ കരച്ചിൽ ആ കൊട്ടാരം മുഴുവൻ കേട്ടു, ആ ഗ്രഹം മുഴുവൻ കേട്ടത്. അപ്പോൾ എന്തോ ഒരു ഉച്ചത്തിലാണ് ജോസഫ് കിടന്ന് കരഞ്ഞത്. ചിന്തിക്കുക, ജോസഫ് ഇപ്പോൾ കരയേണ്ടവനാണോ കരയിപ്പിക്കേണ്ടവനാണോ? ഇപ്പോൾ ജോസഫ് കരയേണ്ടവനാണോ അതോ സഹോദരന്മാരെ കരയിപ്പിക്കേണ്ടവനാണോ? ഈ സഹോദരന്മാർ ജോസഫിനെ ഒരുപാട് കരയിപ്പിച്ചതല്ലേ. ഇവനിന്ന് അധികാരമുണ്ട്, എണ്ണി അവരോട് ആ പകരം ചോദിക്കുക. ജോസഫിനെ ആരും ചോദ്യം ചെയ്യുക. അവനെല്ലാ അധികാരങ്ങളും ജോസഫിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ അധികാരങ്ങളും അവസരങ്ങളും എല്ലാം കയ്യിലിരിക്കുമ്പോൾ, പ്രതികാരം ചെയ്യാനുള്ള അവസരമുള്ളപ്പോൾ ജോസഫ് അത് ചെയ്യാതിരിക്കുകയാണ്. എന്നിട്ട് ജോസഫ് കരയിപ്പിക്കേണ്ടവൻ സ്വയം കരയുകയാണ്. അതാണ് പ്രിയമുള്ളവരെ നീതിമാൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവസരമുണ്ടെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കുക,
പാപം ചെയ്യാൻ അവസരമുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരും നീതിമതികളുമായി തീരുന്നത്. ഈ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതിനുശേഷം നമുക്കറിയാം, ജോസഫ് അതിനുശേഷം പറയുന്നൊരു ഭാഗം കൂടിയുണ്ട്. നിങ്ങൾ എന്നെ വിട്ടുകളഞ്ഞതിൽ നിങ്ങളാരും ഖേദിക്കേണ്ട. നിങ്ങളല്ല എന്നെ അയച്ചത്, ദൈവം നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് മുന്നേ എന്നെ ഇവിടെ അയച്ചതാണ്. പ്രിയമുള്ളവരെ, ചിന്തിച്ച് നോക്കുകയെ, ജോസഫ് ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് പറയാൻ പറ്റിയത് ഇതൊക്കെ ദൈവഹിതമാണെന്ന്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ നോക്കി, നമ്മളെ വേദനപ്പെടുത്തുന്നവരെ നോക്കി, നമുക്ക് വേണ്ടി ദോഷം ചിന്തിക്കുന്നവരെ നോക്കി, ഇത് ദൈവഹിതമാണ്, നിങ്ങളല്ല എന്ന് കാരണം, ഇത് ദൈവം എനിക്ക് തന്ന ഒരു ക്രൂശിൻ്റെ അനുഭവമാണ്, ഇതിലൂടെ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് പറയാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നുവോ, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരും നീതിമതികളും ആകുന്ന കാര്യം പ്രത്യേകമായിട്ട് ഈ വേദഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പഴയ നിയമത്തിലെ നീതിമാനായ ജോസഫ്, നോഹയുടെ കാലത്ത് എല്ലാവരും പാപം ചെയ്യുമ്പോൾ നോഹയ്ക്കും പാപം ചെയ്യാം. നോഹ പാപം ചെയ്യാതിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ചെയ്യുമ്പോൾ നോഹ മാത്രം തന്നെ പാപത്തിൽ നിന്ന് അവൻ പാപം ചെയ്യാതെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നോഹയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നതെന്ന് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജോസഫ് പ്രകാരം ഒരു തീരുമാനമെടുത്തു. ഇനി എന്താണ് ജോസഫ് എടുത്ത രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിന് മറ്റൊരു വ്യാഖ്യാനം സഭാപിതാക്കന്മാർ കൊടുത്തത് ഒരിക്കൽ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ആരും അറിയാതെ മറിയത്തെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണോ, അതോ എനിക്ക് വിവാഹബന്ധം വേണ്ടെന്നവരെ അറിയിക്കുക എന്നുള്ളതാണോ? കാരണം വിവാഹ നിശ്ചയം അന്നും സഭയിൽ വെച്ചാണ് അതൊക്കെ നടക്കുക, യഹൂദ സമൂഹത്തിലാണ് നടക്കുക. വിവാഹം നിശ്ചയിച്ചൊരു പുരുഷൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നില്ല എങ്കിൽ കാരണം ബോധ്യപ്പെടുത്തണം. കാരണം ബോധ്യപ്പെടുത്തിയാൽ മറിയാമിനെ അന്നത്തെ ശിക്ഷ അനുസരിച്ച് കല്ലെറിഞ്ഞോ മറ്റേതെങ്കിലും രീതിയിൽ മറിയാമിനെ കൊന്നുകളയും. അതാണ് ആ ന്യായപ്രമാണ യുഗത്തിലെ ശിക്ഷ. അതാണ്. അപ്പം അത് അങ്ങനെ മറിയമിനൊരു അവസ്ഥ ഉണ്ടാകാൻ ജോസഫ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജോസഫ്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിന്തിച്ച് കാണും, അത് കൊച്ചു പെൺകുട്ടിയല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയതായിരിക്കാം, ഞാനത് ക്ഷമിച്ചേക്കാം. അത് ക്ഷമിക്കാനുള്ള ഒരു ഹൃദയം ജോസഫ്. ഇനി രഹസ്യമായി ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി ഞാൻ അന്ന് വായിച്ച വ്യാഖ്യാനത്തിൽ പറയുന്ന ഇതാണ്. അതായത് ജോസഫ് എടുത്ത തീരുമാനം പരസ്യമായി മറിയാമിനെ വിവാഹം കഴിക്കുക. കാരണം വിവാഹം നിശ്ചയിക്കപ്പെട്ട മനുഷ്യനാണ്. വിവാഹം നിശ്ചയിക്കാനുള്ള അത് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ കാരണം ബോധ്യപ്പെടുത്തണം. കാരണം ബോധ്യപ്പെടുത്തിയാൽ മറിയാമിനെ കൊന്നുകളയും. അതുകൊണ്ട് മറിയാമിനെ പരസ്യമായിട്ട് വിവാഹം കഴിക്കുക സമൂഹമധ്യേ. എന്നാൽ തൻ്റെ രഹസ്യ ജീവിതത്തിൽ മറിയം തനിക്കൊരു ഭാര്യയല്ല. കാരണം അവൾ പാപം ചെയ്ത ഒരു വ്യക്തിയാണ്, അവൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും. എന്നാൽ തൻ്റെ രഹസ്യ ജീവിതത്തിൽ മറിയാം ഒരു സഹോദരിയെപ്പോലെ എൻ്റെ ഭവനത്തിൽ വസിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം ജോസഫ് എടുത്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉപേക്ഷിക്കുന്ന രീതി. മറിയാമിന് അവിടെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും, മറിയാമിന് ലോകോപവാദം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ജോസഫ് എടുത്താൽ മറിയം പ്രസവിക്കുന്ന കുട്ടി ലോകത്തിൻ്റെ മുൻപാകെ ജോസഫിൻ്റെ കുട്ടിയാണ്. പക്ഷേ ജോസഫിനറിയാം ഇതെൻ്റെ കുട്ടിയല്ലെന്ന്. അങ്ങനെ ഒരു തീരുമാനം ജോസഫ് എടുത്തു. അതാണ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണെന്നൊരു വ്യാഖ്യാനം ഞാനിങ്ങനെ വായിച്ചതാണ്. അതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്ക് ഇതിലേതാണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് പറയാനാവില്ലല്ലോ. എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഈ മറിയാമിന് ലോകോപവാദം വരാതിരിക്കാൻ ചിന്തിച്ച് അവളെ രഹസ്യമായി അല്ലെങ്കിൽ ആ വിവാഹബന്ധം വേണ്ടെന്ന് അങ്ങനെ ആരും അറിയാതെ അങ്ങനെ രഹസ്യമായി മറിയാമിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ച ജോസഫിൻ്റെ അടുത്താണ് രാത്രിയിൽ മാലാഖ വന്നത്. അല്ലാതെ മാലാഖ വന്നതിന് ശേഷമല്ല ജോസഫ് ഈ തീരുമാനമെടുത്തത്. മാലാഖ വന്നതിന് ശേഷം ആർക്കും ഈ തീരുമാനമെടുക്കാം, അതിനകത്ത് വലിയ പ്രശ്നം. പക്ഷേ മാലാഖ വരുന്നതിന് മുൻപ് വെറും യാതൊരു വെളിപ്പെടുത്തലും ഇല്ലാതിരിക്കും ഒരു സാധാരണ മനുഷ്യനായിരിക്കുകയാണ് ജോസഫ്. ഇങ്ങനെ തീരുമാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ അടുത്താണ് മാലാഖ വന്നത് എന്ന് പറഞ്ഞാൽ ദൈവം വന്നത്. എന്നിട്ട് മാലാഖ ജോസഫിന് പറഞ്ഞ എന്താ? ജോസഫേ, നിൻ്റെ ഭാര്യയായ മറിയാമിനെ ചേർത്തുകൊള്ളുവാൻ നീ ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട.
അത് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന ആരെയാണെന്നറിയാമോ? അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരാകും. എന്ന് പറഞ്ഞാൽ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മുടെ കൂടെയാണ്. ഈ വാഗ്ദത്തം ആദ്യം ലഭിക്കുന്ന ആളാണ് ഈ നീതിമാനായ ജോസഫ്. എന്ന് മാലാഖ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ തീരുമാനം നീ എടുത്തു, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. ദൈവം നിൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇതുപോലെയുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ നീതിപൂർവമായ തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളുമ്പോഴാണ്. പാപം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ നീതിമാന്മാരും നീതിമതികളുമാവുകയുള്ളൂ. ആ ഒരു വലിയ ദൂത് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കർത്തൃനാമത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു.